എടോ, തെക്കേപ്പാട്ട് ജുവലേഴ്സിൽ നിന്നും മോഷ്ടിച്ച സ്വർണം നീ എന്ത് ചെയ്തു? എടാ, മോഷ്ടിക്കുന്നത് നീ, ഇടികൊള്ളുന്നത് നീ, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ തന്നെ. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റാരുവാ? അതാരാ? അത് ശരി. അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത്? ഉരുക്കി വേറെ ഉരുപ്പടി ഉണ്ടാക്കി അവരുടെ കടയിൽ കൊണ്ടുവച്ച് വിൽക്കും. ബേബിച്ചന് പെൺവാണിഭവം ഉണ്ടല്ലേ? എടാ, പെണ്ണ് കച്ചവടം ഉണ്ടോന്ന്? 10-20 പെൺകുട്ടികളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരെവിടേക്കോ ജോലിക്ക് അയച്ചു. പ്രഭാര, ഇന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഇന്ദുവിനെയും അവിടെ അമ്മയെ എങ്ങോട്ടോ പിടിച്ചോണ്ട് പോയി. ഇവനകത്തിട. ഒരു പാവം പോലീസുകാരനെ രക്ഷകനായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും? എന്റെ മോക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, പണവും വേണ്ട. പക്ഷെ എനിക്ക് നിന്റെ മോളെ വേണമല്ലോ. തങ്കപ്പാ, ഈ തള്ള ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല മുതലാളി. നിൽക്കടി. അക്കൗണ്ട് ബുക്സ്, മേജർ ഫയൽസ് ഒന്ന് പരിശോധിക്കണം. എന്നെ കളിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ നിന്നെ വെറുതെ വിടരുതെന്ന് എന്റെ വാശിയായിരുന്നു. ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട. ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ. കുറെ ദൂരെ നിന്ന് വന്നതാ. അവരെ ഒന്ന് പരിചയപ്പെട്, നിനക്ക് പ്രയോജനം ഉണ്ടായി. ആ എസ് ഐ നമ്മുടെ ഫൈനാൻസ് കമ്പനി റെയ്ഡ് നടത്തുന്നെന്ന്. മന്ത്രിസഭയിലുള്ള നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു. എല്ലായിടത്തും കയറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടി കമ്പനിയിൽ ഒന്ന് കയറുമെന്ന്. പത്രക്കാരുടെ വായടയ്ക്കാന് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. എങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. മാടി. നമ്മുടെ ഇന്ദു മോളെ ഇന്ദുവിടെ ബേബിച്ചന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. ഹലോ, ഞാൻ എവിടെയുണ്ടെന്ന് പറയണ്ട. ശരി മാഡം. ദേവിച്ചൻ എവിടെയോ?
ഈ ബേബിച്ചനെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ? നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാടിയത്. എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെഡി ചെയ്തെന്ന് വെച്ച് തളരുന്നവനല്ല ഈ ബേബിച്ചൻ. ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു. ഈ വേഷം അഴിച്ചാൽ നീയും വെറൊരു പെണ്ണാണ്. മാത്രമല്ല, നിന്നെപ്പോലൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരുക്കൻ വേഷം. Well done, Asha. I am really proud of you. താങ്ക് യു സർ. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നവർ പ്രഭാകരനും വാസുവുമാണ്. യെസ്, ഐ നോ ഇറ്റ്. എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാസുവിന് ഉറപ്പ് തരുന്നു. വളരെ ഉപകാരം സാർ. പ്രഭാകരന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉടനെ ചെയ്യാം. ചിലപ്പോ ഒരു പ്രൊമോഷനും ചാൻസ് ഉണ്ട്. താങ്ക് യു സാർ. ആ, ഇത് പ്രഭാകരൻ തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ. നീ ഭാഗ്യവാനാണ്ട പ്രഭാകര. അബ്ദുക്ക, ഓ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്തിന്? ഈ എടാ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കണം. ഞാനിപ്പോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ്. അബ്ദുക്ക, അവിടെ നിൽക്കാവിടെ. ആ മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ്. ഏത് തൊണ്ടി? കള്ള അമർ നീ അല്ലപ്പോ കട്ടോണ്ട്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അബ്ദുക്ക, അത് ഞാനല്ല. സ്റ്റേഷനിലോട്ട് വരണം. ഞാനല്ല. സ്റ്റേഷനിലോട്ട് വരണം.